കാസർകോട്ടെ കോൺഗ്രസ് പോര് നിയന്ത്രിക്കാനാകാതെ കെ.പി.സി.സി അന്വേഷണ സമിതി പരസ്യ പ്രതികരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും രാജ്മോഹൻ ഉണ്ണിത്താൻ മാത്രം വെടിനിർത്തലിന് തയ്യാറായിട്ടില്ല. തെരഞ്ഞെടുപ്പ് തോൽവി മുന്നിൽ കണ്ടുള്ള നീക്കമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തുന്നതെന്നാണ് ആക്ഷേപം. കെ.പി.സി.സി നേതൃത്വം പരസ്യപ്രതികരണത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടും കാസർകോട്ടെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ശക്തമായ വിമർശനമാണ് കഴിഞ്ഞ ദിവസം രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയത്. വോട്ടെണ്ണലിന് ശേഷം കൂടുതൽ കാര്യങ്ങളെന്ന ഭീഷണിയും മുഴക്കി. പാർട്ടിക്കുള്ളിൽ ചില നേതാക്കൾക്കെതിരെ ലക്ഷ്യമിട്ട യുദ്ധം ശക്തമാക്കുമെന്ന സൂചനയാണ് ഉണ്ണിത്താൻ നൽകിയത്. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അതിന്റെ ഉത്തരവാദിത്തം മുതിർന്ന നേതാക്കളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമാണെന്നാണ് പാർട്ടിക്കകത്തെ അടക്കം പറച്ചിൽ. ബാലകൃഷ്ണൻ പെരിയക്കെതിരായി തുടങ്ങിവെച്ച നീക്കത്തിലൂടെ മറ്റു നേതാക്കളെ കൂടി ഉണ്ണിത്താൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇത്തവണ തോറ്റാൽ ഉദുമ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാമെന്നും ഉണ്ണിത്താന്റെ മനസ്സിലുണ്ട്. ഉദുമയിൽ കഴിഞ്ഞ തവണ മത്സരിച്ച ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഒതുക്കിയാൽ മാത്രമേ അതിന് സാധ്യമാവൂ എന്ന് ഉണ്ണിത്താൻ അറിയാം. ജില്ലയിൽ പാർട്ടി പിടിച്ചെടുക്കാൻ നീക്കം നടത്തുന്ന ഉണ്ണിത്താനെതിരെ മറ്റു നേതാക്കളുടെ പിന്തുണ ഉറപ്പിച്ചാണ് ബാലകൃഷ്ണൻ പെരിയ പോരിനിറങ്ങിയത്. തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടായാൽ കൂടുതൽ നേതാക്കൾ ഉണ്ണിത്താനെതിരെ രംഗത്ത് വരുമെന്നാണ് പ്രതീക്ഷ. അതുകൊണ്ടാണ് കെ.പി.സി.സി നിർദ്ദേശത്തിന് പിന്നാലെ ബാലകൃഷ്ണൻ പെരിയ പരസ്യ പ്രതികരണം നിർത്തിയത്. തർക്കം പരിഹരിക്കാൻ കെ.പി.സി.സി നിയോഗിച്ച അന്വേഷണ സമിതിക്ക് മുന്നിൽ തെളിവുകൾ ഹാജരാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇരുവിഭാഗവും. തെരഞ്ഞെടുപ്പിന് പിന്നാലെ തുടങ്ങിയ കാസർഗോഡ് കോൺഗ്രസിലെ പോര് വോട്ടെണ്ണലിന് ശേഷം കൂടുതൽ ശക്തമാകുമെന്നുറപ്പ്. കൈരളി ന്യൂസ്, കാസർഗോഡ്.